ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച പ്രത്യേകിച്ച് എന്താ പരിപാടി? ഞങ്ങളിവിടെ ഒക്കെ ഞായറാഴ്ചകളിൽ അധികം നോൺ വെജ് സാധനങ്ങളൊക്കെ വാങ്ങും. എല്ലാവരും വീട്ടിലുണ്ടാവില്ല, അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ. എല്ലാ ദിവസങ്ങളും വാങ്ങും, പക്ഷേ കൂടുതലായിട്ട് ഞായറാഴ്ചകളിലാണ് വാങ്ങുക. അപ്പോൾ നമ്മൾ കുറച്ച് ബീഫും പിന്നെ എല്ലില്ലേ, ബീഫിൻ്റെ കഴിക്കാൻ പറ്റുന്ന എല്ല്, അതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊടികളൊക്കെ ചൂടാക്കിയിട്ട് നമ്മുടെ മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി സാധനങ്ങളൊക്കെ ചൂടാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കുരുമുളക് കൂടുതലിട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം നമുക്ക് കപ്പയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കപ്പ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ഞാൻ പറയാം കേട്ടോ. ഇന്നലെ വൈകുന്നേരം നല്ല മഴയായിരുന്നേ ഇവിടെ. അതായത് 3-ാം തീയതി മെയ് 3, 2016, സോറി 2026, സോറി. നല്ല മഴയായിരുന്നു വൈകുന്നേരം. മഴയുടെ ഫോട്ടോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് പേടിയായിരുന്നു. കാരണം ഇടിയും മിന്നലും 4 മണിക്ക് തന്നെ രാത്രിയായ ഫീലായിരുന്നേ. അപ്പോൾ അങ്ങനെ കിട്ടിയ കപ്പയാണത്. അതായത് നമ്മുടെ പറമ്പിലെ നമ്മുടെ ചക്കയും മാങ്ങയും കപ്പയും കുരുമുളകും എല്ലാ സാധനങ്ങളും വാഴയും അടപടലം വീണിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ അത്രയും അമ്മാതിരി മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്യൂസാണ് ഇത്. നമ്മുടെ കിഴങ്ങാണിത്, അതായത് കപ്പ, മരച്ചീനി എന്ന് പറഞ്ഞ സാധനം ഒക്കെ ഒടിഞ്ഞൊക്കെ വീണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയതാണത്. ഇത് നമ്മൾ ബീഫിലിടാൻ വേണ്ടി പോകുന്ന കപ്പ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റംബൂട്ടാനാണ്. അപ്പോൾ റംബൂട്ടാൻ വലിയ കുഴപ്പമൊന്നുമല്ല, ചെറിയ തൈയാണ്, അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പിടിപ്പിച്ചതാണ്. അപ്പോൾ നല്ലൊരു വിഷമം ഉണ്ടാകുമല്ലോ നമുക്കെല്ലാം എന്തെങ്കിലും പറ്റുമ്പോഴൊക്കെ. അതവിടെ നിൽക്കട്ടെ. ഈ ബാക്കിലേക്ക് ഇരിക്കുന്ന വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ, ബാക്കിലോട്ടിരിക്കുന്ന സ്ഥലങ്ങൾ, അവിടെ അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പേ ആ കിഴങ്ങ് അപ്പുറത്തെ വീട്ടിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുന്ന വാഴയൊക്കെ ഉണ്ടായിരുന്നു, വീണത് അപ്പുറത്തെ പറമ്പിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആയിട്ട് വൃത്തിയാക്കി ആ തണ്ടൊക്കെ ഒടിച്ച് മാറ്റി, വാഴയുടെ തണ്ട് എന്നല്ലേ പറയാം, അതെല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ നമുക്ക് ഈ കപ്പ കണ്ട് ഓർമ്മയുണ്ടോ? നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച കപ്പയാണിത്. ഇതിട്ടിട്ടാണ് നമ്മൾ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ നമുക്ക് പറമ്പ് മുഴുവൻ ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ നടന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ പറമ്പിലാണെങ്കിൽ മഹാഗണി, റംബുട്ടാൻ, മഹാഗണി, പിന്നെന്താ ചക്ക, മാങ്ങ രണ്ട് ടൈപ്പ് മാങ്ങ ഉണ്ട്. ഇത് മഹാഗണി കേട്ടോ കാണിക്കുന്നത്. വാഴ, കുരുമുളക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ജാതിയുടെ ചെറിയ തൈകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ അവസ്ഥ ഭയങ്കര ശോകമായിരുന്നു ഇന്നലെ. നല്ല മഴയായിരുന്നു പെയ്തത്. നിങ്ങൾ അവിടേക്ക് ഇങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാനീ പറഞ്ഞ ഡേറ്റിൽ. കാരണം വേനൽ മഴയാണ്, വേനൽ മഴകൾ പെയ്യണമല്ലോ, പെയ്താലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ നാശനഷ്ടങ്ങൾ വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടാൽ നമ്മുടെ ചക്കകൾ കുറേ ചക്ക ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് ചക്ക കാലമായപ്പോൾ വന്ന് ചക്ക എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാർ വരും വണ്ടിയിൽ. അപ്പോൾ അങ്ങനെ അവർ കൊണ്ടുപോയി 10,000-2,000 രൂപയോളം ചക്ക ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് അതിനുശേഷം വന്നാണ്. മുകളിലൊക്കെ ഇരിക്കുന്ന ചക്കയായിരുന്നു, നമുക്ക് പറിക്കാൻ പറ്റാത്ത ചക്കയൊക്കെ ആയിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പറിച്ച് തന്നു നമ്മുടെ കാറ്റുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. പിന്നെ നമുക്ക് കിട്ടിയ മാങ്ങയാണ്. ഒരു ബക്കറ്റ് കൊണ്ടുപോയി, ഒരു കൊട്ടയിലും കൊണ്ടുപോയി. ബാക്കിയുള്ളതാണ് ഇത് ഇപ്പോൾ പെറുക്കിക്കൊണ്ടിരിക്കുന്ന മാങ്ങകൾ. അപ്പോൾ വലിയമ്മ മാങ്ങ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ മാവൊക്കെ ഒന്ന് കാണിച്ചില്ല. ചക്ക കണ്ട, പ്ലാവ്, കുറേ പ്ലാവുണ്ട് കേട്ടോ ഈ പറമ്പ് മുഴുവൻ. ഒരുപാട് ചക്കകളുണ്ട്, വെറൈറ്റി ചക്കകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മുകളിൽ കിടന്ന സാധനങ്ങളൊക്കെ വീണിട്ടുണ്ടായി. പച്ചയും പഴുത്തതൊക്കെ വീണുണ്ടായി. അതൊക്കെ കറി വെക്കാനെടുക്കും. പച്ചച്ചക്ക ചോറിനൊക്കെ ഉപ്പേരിയാക്കിയിട്ടൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മുടെ ചക്ക ഇന്ന് ഞാൻ കറി അകത്തേക്ക് ഞങ്ങളുടെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ച ചക്കയാണ് കേട്ടോ. അങ്ങനെ കുറേ കിട്ടി, ഞങ്ങളെല്ലാവരും വീതിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പറമ്പിലുള്ള അത്യാവശ്യം നടക്കുന്ന സാധനങ്ങളൊക്കെ ക്ലിയറാക്കി വിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഏട്ടന് കപ്പയും കൊണ്ട് പോയിട്ടുണ്ട്. ഈ കപ്പ മുറിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ബീഫിനും കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കാണാം എന്ന് വെച്ചാൽ ഇതാ നമ്മുടെ കുരുമുളക് കാണാം, അതാണ് പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. സീ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടായിട്ട് നാശം